ഹായ് എവരി വൺ. BEGLA 135-ൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ടുഡേ വി വിൽ ഹാവ് എ ഡിസ്കഷൻ ഓൺ വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാസ് ബീൻ ആസ്ക്ഡ് ഇൻ June 2024 term end examination. The question is, pick out the 5 words with silent letters. For example, chalk. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ചോദിക്കുന്നത് there are 8 words. Out of these 8 words, you have to select 5 words which contain silent letter. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം പല വേർഡുകളിലും ചില ലെറ്റേഴ്സ് സൈലൻ്റ് ആവുന്നത് കാണാൻ സാധിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഗുഡ് മോർണിംഗ് അല്ലേ. ഗുഡ് മോർണിംഗ്, മോർണിംഗ് നോക്കൂ നിങ്ങൾ, അതിൽ യഥാർത്ഥത്തിൽ 6 ലെറ്റർ വരുന്നുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ 6നെ സൈലൻ്റ് ആണ് ആക്കാറുള്ളത് അല്ലേ. ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ പറയാറില്ല, ഗുഡ് മോർണിംഗ് എന്നാണ് അല്ലേ. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ അയൺ ബോക്സ് അല്ലേ. അയൺ ബോക്സിൽ നമ്മൾ കാണാം 6 സൈലൻ്റ് ആണ്, നമ്മൾ ഐറൺ ബോക്സ് എന്ന് നമ്മൾ പറയാറില്ല അല്ലേ. ഇതുപോലെ ഇംഗ്ലീഷിൽ ഒരുപാട് വേർഡ്സുകളുണ്ട്. ആ വേർഡുകളിലെല്ലാം തന്നെ നമ്മൾ ചില ലെറ്റേഴ്സ് സൈലൻ്റ് ആക്കാറുണ്ട് അല്ലേ. അപ്പം അത്തരത്തിൽ 8 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. 8 വേർഡ്സിൽ 5 വേർഡ്സിൽ ചില ലെറ്റേഴ്സ് സൈലൻ്റ് ആണ്. അപ്പം അത്തരത്തിൽ വരുന്ന 5 വേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വേർഡ് വെജ്. വെജ് അല്ലേ, വെജ്. ഇത് വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ലെറ്ററാണ് സൈലൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് അല്ലേ. അപ്പം വെജ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഡി ലെറ്ററാണ് ഇവിടെ സൈലൻ്റ് ആയി മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കാണാം വെഡ്ജ് അല്ല, ദിസ് ഈസ് വെജ് അല്ലേ. വെജ് ആണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഇവിടെ എന്തിനെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്? ഡി ലെറ്ററിനെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, സൈലൻ്റ് ആക്കി മാറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ സിമിലർ മറ്റു വേർഡുകൾക്ക് എക്സാമ്പിളാണ് ജഡ്ജ്. ജഡ്ജ്, ബഡ്ജറ്റ് അല്ലേ. ജഡ്ജ് അല്ല, അതുപോലെ തന്നെ ബഡ്ജറ്റും അല്ല അല്ലേ. ഇവിടെ നമ്മൾ ഡി സൈലൻ്റ് ആക്കി വെക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ സോൾവ് ചെയ്യാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ അത് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അല്ലേ. പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഏത് വേർഡാണ് സൈലൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പം അത്തരത്തിൽ സൈലൻ്റ് ലെറ്റേഴ്സ് വരുന്ന വേർഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഐഡൻറ്റിഫൈ ചെയ്ത് എക്സാമിന് ആൻസർ ആയിട്ട് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് വേർഡാണ് ക്രാഫ്റ്റ് അല്ലേ. ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്ന വേർഡിൽ നമുക്ക് കാണാൻ സാധിക്കും ദർ ഈസ് നോ സൈലന്റ് ലെറ്റർ, എവറി ലെറ്റർ ഈസ് പ്രൊനൗൺസ്ഡ് ക്ലിയർലി ഇൻ ക്രാഫ്റ്റ് അല്ലേ. ക്രാഫ്റ്റിൽ നമ്മൾ കാണാം എല്ലാ ലെറ്ററും എന്തുണ്ട്, എല്ലാ ലെറ്റേഴ്സും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, ക്രാഫ്റ്റ് അല്ലേ. എന്നാൽ നെക്സ്റ്റ് വൺ റോങ്. റോങ് അല്ലേ. ഇപ്പം ഇവിടെ നമുക്ക് കാണാം ഏത് ലെറ്ററാണ് സൈലൻ്റ് ആയിട്ട് മാറുന്നത്? ഏത് ലെറ്ററാണ്? ഡബ്ല്യു. ദിസ് ഈസ് നോട്ട് റോങ്. റോങ് അല്ല, റോങ് അല്ലേ. അപ്പം ഇവിടെ ഏത് ലെറ്ററാണ് സൈലൻ്റ് ആയിട്ട് വരുന്നത്? ഡബ്ല്യു ആണ് സൈലൻ്റ് ആയിട്ട് വരുന്നത്. മറ്റ് എക്സാമ്പിളുകൾ നമ്മൾ നോക്കാം. റൈറ്റ്, റിസ്റ്റ്. റൈറ്റ്, റിസ്റ്റ്. ദിസ് ഈസ് നോട്ട് റൈറ്റ്, ദിസ് ഈസ് നോട്ട് റിസ്റ്റ് അല്ലേ. റിസ്റ്റ് ആണ്, റൈറ്റ് ആണ് അല്ലേ. അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. മറ്റ് സിമിലർ ആയിട്ടുള്ള വേർഡാണ് റെക്ക്, റാപ്പ്. റെക്ക്, റാപ്പ്. ദിസ് ഈസ് നോട്ട് റെക്ക്, ദിസ് ഈസ് നോട്ട് റാപ്പ് അല്ലേ. ഏതാണ് വരുന്നത്? റാപ്പ് ആൻഡ് റെക്ക്. നെക്സ്റ്റ് വേർഡാണ് എം ടി അല്ലേ. എം ടി നമുക്ക് കാണാൻ സാധിക്കും ദർ ഇസ് നോ സൈലന്റ് ലെറ്റർ, ഓൾ ലെറ്റേഴ്സ് ഇൻ എം ടി ആർ പ്രൊനൗൺസ്ഡ് ഇൻക്ലൂഡിങ് ടി. നെക്സ്റ്റ് ഫിഫ്ത്ത് വേർഡാണ് കോം. കോം അല്ലേ. കോമ്പല്ല, കോമ്പ്. ബി ലെറ്റർ ഇവിടെ സൈലൻ്റ് ആണ്, കോം അല്ലേ. സിമിലർ വേർഡിന് എക്സാമ്പിൾ ആണ് ലാം, ക്ലൈംബ്. ദിസ് ഈസ് നോട്ട് ക്ലൈംബ്, ദിസ് ഈസ് നോട്ട് ലാംബ് അല്ലേ. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ബി സൈലൻ്റ് ആക്കി വെക്കണം. മറ്റൊരു എക്സാമ്പിൾ ആണ് ഡം. ദിസ് ഈസ് നോട്ട് ഡംബ്. ബി ലെറ്റർ അവിടെ നമ്മൾ സൈലൻ്റ് ആക്കി വെക്കണം. അപ്പം സൈലൻ്റ് ലെറ്റേഴ്സ് വരുന്ന മറ്റൊരു വേർഡിന് എക്സാമ്പിൾ ആണ്, ആൻസർ ആണ് കോം. നെക്സ്റ്റ് സിക്സ്ത് വൺ പ്ലംബർ. ദിസ് ഈസ് നോട്ട് പ്ലംബർ അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്ലംബർ അല്ല, പ്ലംബർ അല്ലേ. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും ഏത് ലെറ്ററാണ് നമ്മൾ സൈലൻ്റ് ആക്കി മാറ്റേണ്ടത്? ബി ആണ് നമ്മൾ സൈലൻ്റ് ആക്കി മാറ്റേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നമ്പർ 6 ഡെറ്റ്. ഡെറ്റ്. അപ്പം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ബി ആണ് ലെറ്റർ ഇവിടെ സൈലൻ്റ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ
ഡെറ്റ് ആണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ബിയെ നമ്മൾ എന്ത് ചെയ്യണം? ഒമിറ്റ് ചെയ്യണം. ദിസ് ഈസ് നോട്ട് ഡെപ്റ്റ്. ഡെപ്റ്റ് അല്ല, ഡെറ്റ് ആണ്. ഓക്കെ. ലാസ്റ്റ് വൺ ബിഗാൻ. ബിഗാൻ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ലെറ്ററും നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ദർ ഈസ് നോ സൈലൻറ്റ് ലെറ്റർ. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BEGLA 135 എല്ലാ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ഓൾറെഡി ടോപ്പിക്കുകളും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ LMSൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.